എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ചപ്പാത്തിയുടെയും അതുപോലെ ചോറിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റുന്ന, അതും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ ഇന്നത്തെ. വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ടാണ് ഈ ഒരു കറി തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എങ്ങനെയാണെന്ന് വീഡിയോ കണ്ടു നോക്കൂ. തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തു വച്ചിരിക്കുന്ന ഒരു ക്യാരറ്റാണ്. അപ്പോൾ ക്യാരറ്റിൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. എത്രയാണോ നിങ്ങൾക്ക് കറി വേണ്ടത് അതനുസരിച്ച്. അപ്പോൾ ക്യാരറ്റിൻ്റെ ആ ഒരു തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. എന്നിട്ട് നമ്മൾക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനത് കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഒരു മിക്സിയുടെ ജാറിനകത്തേക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കുക. ഇനി അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ അരച്ചെടുക്കുക. ഇനി മൺചട്ടിക്കകത്തേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് പരിപ്പ്. അപ്പോൾ പരിപ്പ് ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. ഈ ഒരു ബൗളിന് ഒരു ബൗള്. നിങ്ങൾക്ക് പരിപ്പിൻ്റെ അളവ് വേണമെങ്കിൽ കുറച്ചെടുക്കാം കേട്ടോ. തൂരപ്പരിപ്പാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ നല്ലപോലെ കഴുകിയിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി വേണ്ടത് സവാള ഞാനൊരു മീഡിയം സൈസ് സവാള, അത് നീളത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞതും ഒരു തക്കാളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഒരു 2 അല്ലി വെളുത്തുള്ളി, അതുപോലെ ഒരു പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അരച്ചെടുത്തിരിക്കുന്ന ക്യാരറ്റ് ഉണ്ടല്ലോ, അത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. ക്യാരറ്റ് നമ്മൾ അരിഞ്ഞ കറിയിലേക്ക് ചേർത്ത് വേവിക്കുന്ന ടേസ്റ്റ് അല്ല ഈ ഒരു കറിക്ക് കിട്ടുക കേട്ടോ. ഇതുപോലെ അരച്ച് ചേർത്ത് കഴിയുമ്പം ഒരു പ്രത്യേക സ്വാദാണ്. തയ്യാറാക്കി നോക്കൂ. പാകത്തിന് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ക്യാരറ്റൊക്കെ നമ്മൾ കറിയിൽ ഇട്ട് കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ മിക്ക കുട്ടികളും അത് കഴിക്കാറില്ല അല്ലേ. അപ്പോൾ ഇതുപോലെയൊക്കെ തയ്യാറാക്കി കൊടുത്തു നോക്കൂ കേട്ടോ. കുട്ടികൾ ക്യാരറ്റൊന്നും ഇതിനകത്ത് ഉണ്ടെന്ന് പോലും അറിയില്ല, എന്നാൽ കറി കഴിക്കുകയും ചെയ്യും. ഇനി അതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ തൂരപ്പരിപ്പ് സാധാരണ നമ്മൾ പ്രഷർ കുക്കറിനകത്ത് വേവിച്ചിട്ടാണ് കറി തയ്യാറാക്കി എടുക്കാറുള്ളത്. ഇതുപോലെ ഒരു മൺചട്ടിക്കകത്ത് ഒരു സ്റ്റീൽ പാത്രത്തിലോ വെച്ച് ഇതുപോലെ വേവിച്ചൊന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ. അതിനും ഒരു പ്രത്യേക സ്വാദാണ്. ഇനി കുറച്ച് കറിവേപ്പില ഇതിൻ്റെ മുകളിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ വേവിച്ചെടുക്കാൻ വേണ്ടി സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഞാൻ മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് നേരം ഒന്ന് തുറന്ന് വെച്ച് ഒന്ന് തിള വന്നതിന് ശേഷം അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് ചൂടായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ മൺചട്ടിക്ക് അതായതുകൊണ്ട് നമ്മൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട്, ഒരുപാട് വെള്ളം കൊടുത്തിട്ടില്ലല്ലോ, അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ടൊക്കെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അതുപോലെ പലർക്കും സംശയം ഉണ്ടാവും, ഇതുപോലെ വേവിച്ച് കഴിഞ്ഞാൽ നല്ലപോലെ പരിപ്പ് വെന്ത് കിട്ടുമെന്ന്. നല്ലപോലെ തന്നെ വെന്ത് കിട്ടും കേട്ടോ. ഒരുപാട് സമയമൊന്നും എടുക്കില്ല. ഒന്ന് കുതിർത്ത് വെച്ചാൽ മതി. ഒരു 5 മിനിറ്റ് എങ്ങാനും കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതുപോലെ മൺചട്ടിക്ക് തന്നെ വളരെ സ്വാദോട് കൂടിയിട്ട് കറി തയ്യാറാക്കി എടുക്കാം. പരിപ്പ് ഒന്നുകൂടി വെന്ത് കിട്ടാനുണ്ട്. അതുകൊണ്ട് ഞാനൊന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് അത്രയും കൂടി കഴിഞ്ഞപ്പം നമ്മുടെ പരിപ്പൊക്കെ നല്ലപോലെ വെന്ത് കിട്ടി. കറി ഏകദേശം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഈ കറിയിലേക്ക് നമ്മൾ നാളികേരമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. ഇനി ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കറിയിലേക്കൊന്ന് വറുത്തിടാൻ വേണ്ടിയിട്ട് സ്റ്റൗ ഓൺ ചെയ്തിട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു. അതിനകത്തേക്ക് ജീരകമാണ് ചേർത്ത് കൊടുക്കേണ്ടത്, ചെറിയ ജീരകം. അതുപോലെ കുറച്ച് കടുകും ഒരു 2 ചെറിയുള്ളി ഇതൊന്ന് ചതച്ച് ചേർത്ത് കൊടുക്കുക. അതുപോലെ 2 അല്ലി വെളുത്തുള്ളിയും ചതച്ച് ചേർത്ത് കൊടുക്കുക. ഈ ചെറിയ ജീരകവും അതുപോലെ വെളുത്തുള്ളിയും ചെറിയുള്ളിയൊക്കെ ചേർക്കുമ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു വാസനയായിരിക്കും. പിന്നെ ടേസ്റ്റിന് വ്യത്യാസം വരും കേട്ടോ. ഇനി വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. ഒരു 2 3 വറ്റൽമുളകും പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് കറിവേപ്പിലയാണ്. അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. നല്ലപോലെ ഫ്രൈ ആക്കി തന്നെ എടുക്കണം കേട്ടോ. ഈ ഒരു സമയത്ത് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇത് നമ്മുടെ കറിയുടെ മുകളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇനി ക്യാരറ്റ് കൊണ്ട് ഇതുപോലൊരു കറി തയ്യാറാക്കി നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ പറയണേ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക്